മഴ പെയ്താൽ ചോർന്നൊലിക്കും. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭിക്കില്ല. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇങ്ങനെ അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രി. സാധാരണക്കാരുടെ ആതുരാലയത്തിന് ചികിത്സ വേണ്ടുന്ന അവസ്ഥ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ OP കൗണ്ടറിന് മുൻപിലെത്തുന്ന രോഗികൾക്ക് ഒന്നിരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. മഴയൊന്ന് തിമിർത്തു പെയ്താൽ മേൽക്കൂരയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങും. അതായത് ഇരിപ്പിടങ്ങളിൽ വെള്ളം നിറയും. അതൊരു പ്രധാന പ്രതിസന്ധിയായി തുടരുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് മേൽക്കൂരയിലെ വിള്ളൽ കാരണം ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയുള്ളത്. മഴക്കാലത്തിനു മുൻപായി താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം അധികൃതരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സീറ്റൊക്കെ അങ്ങനെ കിടക്കല്ലേ, തീരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വന്ന് നിൽക്കാനും എല്ലാത്തിനും തന്നെ വരവിനും പോകാനും ഒക്കെ. ഞാൻ കണ്ടില്ലേ, വെള്ളം ആയിട്ട് ഒരൊറ്റ ആക്കും ഇരിക്കാനോ ഒഴിവില്ല. പ്രായക്കൂടികളൊക്കെ വന്നിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു സൗകര്യവും ഇല്ല. ചോർന്നൊലിക്കുന്നത് മാത്രമല്ല, ആവശ്യത്തിനുള്ള ഡോക്ടർമാരും ആശുപത്രിയിലില്ല. ഹൗസ് സർജൻസി ഡോക്ടർ തന്നെയാണ് പലപ്പോഴും OPയിലും പരിശോധന നടത്തുന്നത്. ECGക്ക് ടെക്നീഷ്യനില്ല. അത്യാവശ്യം വന്നാൽ എക്സ്റേയിൽ നിൽക്കുന്ന ജീവനക്കാരൻ ECG എടുക്കാനും ഓടേണ്ടി വരും. അതോടെ എക്സ്റേ എടുക്കാൻ വന്നവർ വാച്ചിലെ സമയം നോക്കി കുത്തിയിരിക്കേണ്ടതും മറ്റൊരു ദുരിതമാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഒരു ഡോക്ടർമാരാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ MLT കേസുകളടക്കം വരുന്ന ഉച്ചയ്ക്ക് ശേഷങ്ങളാണ്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഒരു ഡോക്ടർ തന്നെ എല്ലാ ജോലിയും എടുക്കേണ്ട ഗതികേടിലേക്ക് നീങ്ങിയാണ്. ഫാർമസി പ്രവർത്തിക്കുന്നത് വൈകുന്നേരം 5 മണി വരെയാണ്. 5 മണി കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ മരുന്ന് കിട്ടില്ല. അതുമാത്രമല്ല, അത്യാവശ്യ മരുന്നുകളൊന്നും ഈ ഫാർമസിയിൽ ഇല്ലതാണ്. ഫാർമസിയിൽ മരുന്നിൻ്റെ ക്ഷാമം അന്വേഷിച്ചപ്പോൾ 1-2 അത്യാവശ്യ മരുന്നുകൾ മാത്രമാണ് ഇല്ലാത്തതെന്ന് പറയുന്നു. പല മരുന്നുകളും പുറത്തേക്ക് എഴുതുന്ന സ്ഥിതിയാണെന്ന് രോഗികളും പറയുന്നു. ഇതൊക്കെ പോട്ടെ, ഇവിടെയൊരു മാതൃശിശു വാർഡുണ്ടായിരുന്നു. പുതിയതൊരെണ്ണം പണിയാമെന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായി. ഇന്നുവരെ അതിൻ്റെ പണി പോലും തുടങ്ങിയിട്ടില്ല. 3-4 ബെഡ് മാത്രമേ ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടത്താനുള്ളൂ. അതുകൊണ്ട് 5 കൂടുതൽ പ്രസവ കേസ് വന്നാൽ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. ട്രോമ കെയർ സംവിധാനം ആവശ്യമാണ്. അത് ഒരുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ ഈ ആശുപത്രിയിൽ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. ബ്ലഡ് ബാങ്ക് നിർമ്മിക്കുന്നതിനായി ദേശീയ ആരോഗ്യ ദൗത്യം വഴി 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 2022 MK മുനീർ MLAയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണിത്. വീണ ജോർജ് പറഞ്ഞ ബ്ലഡ് ബാങ്കും വന്നിട്ടില്ല, ട്രോമ കെയറും ആരംഭിച്ചിട്ടില്ല. അനുവദിച്ചു എന്ന് പറഞ്ഞ ആ 35 ലക്ഷം എവിടെയോ എന്തോ. സാധാരണക്കാരായ മനുഷ്യരാണ് താലൂക്ക് ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അവർക്ക് ആശ്രയമായി മാറേണ്ടത് സർക്കാരുമാണ്. എന്നാൽ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ സർക്കാരിൻ്റെ കാര്യം കഷ്ടമാണ്. അതുമാത്രമല്ല, ഈ ആതുരാലയത്തിന് അടിയന്തര ചികിത്സ വേണം. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.